പൊതുദർശനം തുടരുന്നു. അത് എറണാകുളത്തെ ടൗൺ ഹാളിലാണ്. സാധാരണ മനുഷ്യരും സിനിമാ പ്രേമികളും ശ്രീനിവാസനെ ഇഷ്ടപ്പെടുന്നവരും എല്ലാം അവിടേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പ് അന്തിമോപചാരം അർപ്പിച്ചു. വീട്ടിലെത്തി മമ്മൂട്ടി നേരത്തെ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഒരു നോക്കണ്ടിരുന്നു പ്രിയപ്പെട്ട നടനെ, പ്രിയപ്പെട്ട സുഹൃത്തിനെ. ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ മലയാളത്തെ വലിയൊരു വിയോഗമാണ്. വിയോഗവേളയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എസ് രാഗിൻ നമുക്കിപ്പോൾ ഉണ്ട്. രാഗിൻ, ഇപ്പോൾ ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. ആരെല്ലാം ഉണ്ട്? അവിടുത്തെ ക്രമീകരണം എങ്ങനെയാണ്? എത്ര മണിക്ക് ടൗൺ ഹാളിൽ നിന്ന് കൊണ്ടുപോകും? ഇപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ച്, സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ശ്രീനിവാസനെ ഇഷ്ടപ്പെടാത്തവരായി നമ്മുടെ ഇടയിൽ ആരുമില്ലല്ലോ. അവർക്കൊക്കെ എത്ര മണി വരെ വന്ന് കാണാൻ കഴിയും? തീർച്ചയായും പൊതുദർശനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമാ രംഗങ്ങളിലെ പ്രമുഖരൊക്കെ തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. അതിനുശേഷം ഇവിടെ സിനിമാ മേഖലയിലെ പലരും എത്തിക്കൊണ്ടിരിക്കുന്നു, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. അവസാനമായി ശ്രീനിവാസനെ ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 3 മണിവരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത് ഇവിടെ പൊതുദർശനം. പക്ഷേ അത് നീളാനുള്ള സാധ്യതയാണുള്ളത്. ഏകദേശം ഒരു 4 മണിവരെ പൊതുദർശനം നീണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോഴും നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ മാത്രമല്ല, ശ്രീനിവാസനെ നമുക്കൊക്കെ അറിയാമായിരുന്നു. ശ്രീനിവാസൻ വിവിധ മേഖലകളിലൊക്കെ തന്നെ സജീവമായി നിന്ന വ്യക്തിത്വമായിരുന്നു. പ്രത്യേകിച്ചും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വിവിധയിടങ്ങളിൽ പരിപാടികൾക്കൊക്കെ തന്നെ അദ്ദേഹം പോകാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായി നല്ല അടുപ്പവും ബന്ധവും ഒക്കെ കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് വിവിധ ഇടങ്ങളിൽ നിരവധി പേർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ മലയാളക്കരയ്ക്ക് തന്നെ ഇവരും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ, പലരും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ ഒരു അംഗം, നമ്മുടെ വീട്ടിലെ ഒരു ആൾ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ കാണുകയും ആ സ്നേഹം അദ്ദേഹത്തിന് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഒക്കെ തന്നെ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെയായിരുന്നു. അത്രത്തോളം നർമ്മത്തിന് പുതിയ ഒരു ഭാവം നൽകിക്കൊണ്ട് അവതരിപ്പിച്ച സിനിമകളായിരുന്നു പലതും. മാത്രമല്ല, കേവലം ചിരിച്ച് പോവുക എന്നത് മാത്രമല്ല, ആ ചിരയിൽ ചിന്തയും ഒളിപ്പിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സിനിമയൊക്കെ തന്നെ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന സിനിമകളായിരുന്നു. അത് കേവലം ചിരിപ്പിക്കുന്ന സിനിമകൾക്കൊപ്പം ചിന്തിപ്പിക്കുന്ന സിനിമകളായിരുന്നു. സാമൂഹ്യ വിഷയങ്ങളടക്കം അദ്ദേഹം പ്രതിപാദിച്ചിരുന്നു. അതിനെയൊക്കെ നർമ്മത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് അവതരിപ്പിച്ചിരുന്നത്. സാമൂഹിക പ്രശ്നങ്ങളിലടക്കം അദ്ദേഹം മർമ്മത്തിൽ കുറിക്കുന്ന വാക്കുകൾ കൊണ്ട് അതൊക്കെ തന്നെ അമൂർത്തമാക്കി തീർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. മലയാള സിനിമ മേഖല ഒന്നടങ്കം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. പലരും നിറകണ്ണുകളുമായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവർക്കൊക്കെ തന്നെ ശ്രീനിയേട്ടനായിരുന്നു അവരുടെയൊക്കെ തന്നെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൾ കൂടിയായിരുന്നു. സത്യനന്ദിക്കാട് ഉൾപ്പെടെ ഇവിടെയുണ്ട്. നിറണ്ണകളുമായാണ് സത്യനന്ദിക്കാട് ഉൾപ്പെടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ശ്രീനിയും സത്യനന്ദിക്കാടും ചേർന്ന് ഒരുക്കിയ ഹിറ്റ് സിനിമകളൊക്കെ തന്നെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. 91 ഒക്കെ ഇറങ്ങിയ സന്ദേശം പോലെയുള്ള സിനിമകൾ അതൊക്കെ ഇപ്പോഴും കാലിക പ്രസക്തമായി തന്നെ നിൽക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോഴും ഈ സിനിമകളൊക്കെ വീണ്ടും വീണ്ടും അത്രത്തോളം റിപ്പീറ്റേഷൻ വാല്യൂ ഉള്ള സിനിമകളാണ്. അതൊക്കെ തന്നെ ശ്രീനിവാസൻ്റെ ആ ഒരു മികവ് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. കഥ, തിരക്കഥ, അതോടൊപ്പം തന്നെ സംവിധാനം, ഈ മേഖലകളിലൊക്കെ തന്നെ കൈവച്ചു. കേവലം കൈവയ്ക്കുക മാത്രമല്ല, അതിലൊക്കെ തന്നെ അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള പ്രാവീണ്യം തെളിയിച്ചു. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ തന്നെ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ്റേത്. അതോടൊപ്പം സാമൂഹ്യ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞിരുന്നു. അദ്ദേഹം കൃത്യമായി തന്നെ ആ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും സന്ദർഭോചിതമായി തന്നെ അദ്ദേഹം ആ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞു പോയിട്ടുള്ള വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ മക്കളായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഭാര്യ വിമലയും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ, സാമൂഹിക രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഒക്കെ തന്നെ ഇവിടേക്ക് വരികയാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തി റീത്ത് വയ്ക്കുകയും അതോടൊപ്പം തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. ഇനിയും വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. ആ ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളോട് വളരെ ക്രിയാത്മകമായി പ്രതികരിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ പ്രതികരണങ്ങളിലൂടെ അദ്ദേഹം, അല്ലെങ്കിൽ ആ അനുഭവങ്ങളിലൂടെ അദ്ദേഹം സ്വാംശീകരിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രേരണയുണ്ട്. ആ പ്രേരണയൊക്കെ തന്നെ ഈ സിനിമാ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും അതൊക്കെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ആ രീതിയിൽ തന്നെ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത, പ്രേക്ഷകരോട് അത്രത്തോളം സംവദിച്ച ഒരു ചലച്ചിത്ര പ്രവർത്തകരായിരുന്നു
ശ്രീനിവാസൻ. മലയാളക്കരയുടെ ശ്രീ ആണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നികത്താനാകാത്ത വിടവാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. കാരണം ആ സിനിമകളിലൂടെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള വിഷയങ്ങളും ആ വിഷയങ്ങളിലൂടെ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ പ്രസക്തമായി എടുത്ത് കാണേണ്ടതായിട്ടുള്ളത്. ഇപ്പോഴും നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുക. മലയാള സിനിമാ ലോകം, ശ്രീയുടെ ലോകം, ശ്രീനിവാസന്റെ ലോകം, അതൊരു പ്രയോഗമായി തന്നെ മാറിയിട്ടുണ്ട്. ശ്രീനിവാസന്റെ ലോകം മലയാള സിനിമാ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്, വിപുലമായി നിൽക്കുന്നത്, വിശാലമായി നിൽക്കുന്നത്, ദീർഘമായി തുടരുന്നത്, അത് വളരെ പ്രധാനമാണ്. കലാകാരന്മാർ നിരവധി, സിനിമാ നടന്മാർ നിരവധി. പക്ഷേ അതിൽ ശ്രീനിവാസൻ എന്ന പേര് പ്രത്യേകമായി അടയാളപ്പെടുന്നത് ശ്രീനിവാസന്റെ ലോകം എന്ന അർത്ഥത്തിലാണ്. ശ്രീനിവാസന്റെ ലോകമെന്നാൽ ശ്രീനിവാസന്റെ സിനിമാ ജീവിതം മാത്രമല്ല, ശ്രീനിവാസന്റെ രാഷ്ട്രീയ ബോധ്യവും സാമൂഹ്യ പശ്ചാത്തലവും സാമൂഹ്യ ബോധ്യവും പ്രതികരണങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതേസമയം കേരളീയ സമൂഹത്തിൽ സിനിമ ചെലുത്തിയ സ്വാധീനം, അതിൻ്റെ കുറവുകൾ, ആ കുറവുകളിൽ നിന്ന് തുടർച്ചയായി മാറ്റങ്ങൾക്ക് വേണ്ടി വാണിജ്യ സിനിമയിൽ നിലകൊണ്ട ശ്രീനിവാസൻ തിരക്കഥയിലൂടെ, സംഭാഷണങ്ങളിലൂടെ, കഥകളിലൂടെ, സംവിധാനത്തിലൂടെ, നടൻ എന്ന നിലയിൽ ശ്രീനിവാസൻ മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. അദ്ദേഹത്തിൻ്റെ ഫെസ്റ്റിവലിലെ പ്രതികരണം ഉൾപ്പെടെ, അത്തരം പ്രതികരണങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം മാറ്റത്തിന് വേണ്ടി നിലകൊണ്ടു എന്നാണ് ശ്രീനിവാസനെ വ്യത്യസ്തമാക്കുന്നത്. ശ്രീനിയുടെ ലോകം അത് വളരെ വലുതാണ്. സിനിമാ ലോകം എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ശ്രീനിവാസൻ ലോകവും അതിവിശാലമായിരുന്നു. ഇനിയൊരു മടക്കമില്ല എന്ന് ചിന്താവിഷ്ടയ ശ്യാമളയിൽ പറഞ്ഞിറങ്ങുന്നത് പോലെ തന്നെ ശ്രീനിവാസൻ ഇതാ കഥാവശേഷനായി മാറുകയാണ്. പ്രിയപ്പെട്ടവർ,